ഹലോ ആൾ, നമ്മളൊരു അടിപൊളി കാടിൻ്റെ നടുക്കൂടെ ഒരു കിടിലൻ യാത്ര പോയാലും ബൈക്കുമായിട്ട് ഒരു അടിപൊളി കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയായിട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത്. നമ്മളെ വയനാട് ബത്തേരി ചേകാടി അതേപോലെ അതിൻ്റെ കുറുവാദ്വീപിൻ്റെ ഒക്കെ അടുത്തൂടെയുള്ളൊരു അടിപൊളി കാനന പാതയായിട്ടോ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിരാവിലെ തന്നെ ബൈക്കും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന്. കിടിലം വ്യൂ ആണ്, നല്ല അടിപൊളി. നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ മാനന്തവാടിക്ക് പോകുന്ന റൂട്ടിൽ വന്നിട്ട് പനമരത്തുനിന്ന് കുറുവാദ്വീപ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. പനമരം ടൗൺ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട്, പാലത്തിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് തിരിയേണ്ടത്. ആ റോഡിന് തിരിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡാട്ടോ കിട്ടുക. കിടിലൻ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാട്ടോ, കാടിൻ്റെ നടുവ് കൂടെ. ഈ ഒരു റൂട്ടൊക്കെ നമ്മൾ കാണുന്ന റൂട്ടൊക്കെ ബസ് റൂട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഭാഗ്യമുണ്ട് നമുക്ക് പോണ വഴിക്ക് തന്നെ ബസ്സും കാണാം കേട്ടോ. ബസ് മാത്രം നല്ല ആനകൾ, കാട്ടുപോത്തുകൾ, ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മൃഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. കിടുക്കാച്ചി റോഡാട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ അടുത്തൊരു ആംബിയൻസ് എന്നറിയാം, നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് മരങ്ങൾക്കിടയിലൂടെ വണ്ടിയിൽ ഒരു വണ്ടി വരുന്നോ കണ്ടില്ല, അതിൻ്റെ ഒരു വ്യൂ കണ്ടില്ല നിങ്ങൾ? ഐഷ്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഉദ്ദേശിച്ചത് ചേകാടിയിലുള്ള സുഖുവേട്ടൻ്റെ ചായക്കട തപ്പിയായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പോണ വഴിക്കുള്ള റൂട്ടൊക്കെ ഒന്ന് അടിപൊളി റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് ഇതിൻ്റെ ഭംഗി കാണാൻ എന്നറിയാം. ഈ റോഡിൻ്റെ കണ്ടില്ല, ഒരു ഓട്ടോക്കാർ പച്ച നിറത്തിൽ ഓട്ടോക്കാർ പച്ചപ്പിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ പോകണുണ്ടല്ലേ. എന്താണ് ആ മഞ്ഞ് ഉള്ളൊരു സമയത്തൊക്കെയാണ്, നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്താണുള്ള കാഴ്ചകളൊന്ന് ആലോചിച്ച് നോക്കി. ഏതായാലും ഇതുപോലത്തെ റോഡിനൊക്കെ നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ അത് നമ്മൾ വയനാട് തന്നെ വരണം കേട്ടോ. ഈ വന്നിട്ട് ഈ ഗേറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഗേറ്റ് കടന്നിട്ടുള്ളൊരു ലോകം, അതിങ്ങനെ വന്നിട്ട് വലിയൊരു ഇറക്കം കൊണ്ട് ഇറങ്ങിയിട്ട് ആ ഒരു പാടത്തിൻ്റെ നടുവിലേക്കാട്ടോ. രണ്ട് ഭാഗത്തും നല്ല നെൽവയലുകൾ ഇങ്ങനെ നിരന്ന് പച്ച പിടിച്ചിങ്ങനെ നിൽക്കല്ലേ. ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകണട്ടോ. അതിൻ്റെ ഒരു സുഖം. ആ കാണുന്ന സംഭവം എന്താ പറയുക, ചേകാടിയുള്ളൊരു പുതിയൊരു വിവാദമായിട്ടുള്ളൊരു കുതിര ഫാമായിട്ടാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തേക്കൊക്കെ പോവാം. നമ്മൾ പോണ ബൈക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കിടുക്കാച്ചൊരു കുതിര ഫാമാണ്. ഒരുപാട് നല്ല ഐറ്റം കുതിരകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരിതാ. നമ്മൾ ചെന്ന സമയത്ത് തന്നെ ചെറിയ കുട്ടി കുതിര ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഒരുപാട് ഫാമിൻ്റെ ഉള്ളിൽ ഒരുപാട് കുതിരകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, കുറേ കുതിരകൾ അതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ഇതാണ് ഈ കുതിര ഫാമിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള വേറൊരു പാത ഉണ്ട്, ആ റൂട്ടിലേക്ക് പോകാട്ടോ. ഇനി നമ്മളെ സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകുന്ന റൂട്ടിലോട്ട് ഇനി പോയിക്കൊണ്ട് കേട്ടോ. ഇത്ര യാത്ര ചെയ്താലും ഒരു മതി വരാത്തൊരു റൂട്ട് തന്നെ കേട്ടോ ഈ ചേകാടി റൂട്ട്. ഇതാണ് നമ്മൾ ചേകാടിയിലുള്ള നമ്മളെ ഇവിടെ ഒരു കാപ്പിക്കട ഉണ്ട് കേട്ടോ, പുതിയതായിട്ട് വന്നതാണ്. ആ കാപ്പിക്കടയിലും കൂടി നമുക്കൊന്ന് കയറണം കേട്ടോ. നമ്മൾ സുഖേട്ടൻ ചായക്കടയിലേക്ക് ഇപ്പോൾ എത്തിയില്ല. ഇത് കഴിഞ്ഞിട്ട് ആ പാലമൊക്കെ കടന്ന്, ആ പച്ചപ്പാടം കഴിഞ്ഞിട്ട് പാലം കടന്നിട്ട് പോകണം സുഖേട്ടൻ ചായക്കടയിലേക്ക്. അപ്പോൾ ഒരു കോഫി ഹട്ട് കാപ്പിക്കട കേട്ടോ, അജയേട്ടൻ്റെ ചേകാടിയിലുള്ള അജയേട്ടൻ്റെ കാപ്പിക്കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ. ഹായ്, ചേകാടിയിലാണുള്ളത്. നമ്മളിവിടെ അജയൻ ചേട്ടൻ്റെ കാപ്പിക്കട കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് എന്താ പറയുക, നാടൻ ഐറ്റംസുകളാണ്, ഫുഡ് ഐറ്റംസ് കാര്യമില്ല. നമ്മൾ മുമ്പ് പറയുന്ന പോലെ ഈ നമ്മൾ വയനാട്ടിലേക്ക് കയറി വന്നിട്ട് നമ്മളെ നാട്ടിലെ ഫുഡ് കഴിക്കാനല്ല അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വരി. ഈ കാപ്പിക്കടക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, ഈ കടികൾ, ചോറ്, അങ്ങനത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്ത് പാരമ്പര്യമായ രീതിയിലുള്ള കൃഷി ചെയ്തിട്ട് ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന വിഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. മീൻകറി വെക്കുന്നത് വരെ ഇവിടുത്തെ പുഴയിൽ പിടിക്കുന്ന മീൻ ഉപയോഗിച്ചാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടുമല്ലോ. അത്രയും ടേസ്റ്റി ആയിട്ടാണ് അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിയത് രാവിലെ ഒരു 8:30 മണിക്ക് കേട്ടോ. അപ്പോൾ എത്തിയ സമയത്ത് തന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് അവർ പറഞ്ഞ് ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ ഒന്ന് വരിട്ടോ. അപ്പുറത്തൊക്കെ ഒരുപാട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് വരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച്. അപ്പോൾ ഒന്ന് സമയത്ത് ഒരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ, അടിപൊളി ആമ്പൽക്കുളം ഉണ്ട്. അവിടെ ഒരു ഷെഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കയറി ഇരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, റെസ്റ്റ് എടുക്കാനും അങ്ങനത്തെ ഒരു നല്ലൊരു പാരമ്പര്യമായ രീതിയിൽ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അവിടെ, രജിസ്റ്റർ പോലെ. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഈ ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ബുക്കിലാണ് നമ്മളെ അഡ്രസ്സ്, കഴിഞ്ഞ വർഷത്തെ അഡ്രസ്സും കാര്യങ്ങളും നമ്മളൊരു അഭിപ്രായങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളൊന്ന് തപ്പി നോക്കി കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നതാണ് നമ്മൾ പോയതാണ് സജീർ എന്നാ പോയതിന് ഡേറ്റ് നോക്കി അതേ കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ വന്നത് 2023 മാർച്ചിലാണ് അത് വന്നത് കണ്ടില്ലേ. ഇതേപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അഭിപ്രായം എഴുതിയിട്ട് അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അതിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഡിഷാണ് അവിടെയുള്ള ആളിനെ എൻ്റെ ആദ്യമാണ് കഴിഞ്ഞ വർഷം ആദ്യമാണ് കുറേ ഇതുണ്ടായിരുന്നു അതിനെ കുറച്ചായിട്ടുണ്ടാവും നിങ്ങൾ വന്നിട്ട് ഇത് ഭക്ഷണങ്ങൾ മാത്രമല്ലേ നമ്മുടെ ഈ ഗ്രാമത്തിന് അതിൻ്റേതായ കുറേ ഫുഡ് ഐറ്റം ആ ഫുഡ്. അപ്പോൾ അജയൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമായിട്ട് ഇവിടെ സെർവ് ചെയ്യുന്ന നമുക്കൊരു പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടുത്തെ ഗസ്റ്റ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതല്ല നല്ലത്. അപ്പോൾ നമ്മളൊന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടെ ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാടങ്ങൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് പാടങ്ങൾ അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡ്, നല്ല മണ്ണോണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളൊരു ഷെഡാണ് കേട്ടോ. മണ്ണാണ് ഇവിടുത്തെ ബെഞ്ചൊക്കെ കണ്ടാൽ നമുക്കറിയാം. നല്ല എന്താ പറയുക, മണ്ണിങ്ങനെ പരത്തിയിട്ടുള്ളൊരു ബെഞ്ചാണ് കേട്ടോ. ആ അടുപ്പും കാര്യങ്ങളൊക്കെ പരമ്പരാഗത രീതിയിൽ തന്നെ ആണുള്ളത്. ബെഞ്ചുകൾ ശ്രദ്ധിച്ചോ, കണ്ടില്ലേ. അതേപോലെ ഇവിടെ കിട്ടുന്ന കാപ്പിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ഫുഡൊക്കെ കേട്ടോ. രാവിലെ 75 രൂപക്ക് അൺലിമിറ്റഡ് ഫുഡ്. ഈ ഒരു കറിയും അതിൻ്റെ കൂടെ ഈ ഉണ്ടപ്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന എന്താ ഒരു അരിയുടെ പേര് പറഞ്ഞ് ജീരകശാല അരി വെച്ചിട്ടാണ് കേട്ടോ അതിൽ ഉണ്ടപ്പുട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റാണ് ആ പുട്ടിന്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഒരു സുഗീന് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളേതായാലും നല്ല എടുവെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പരിപ്പ് കറി പോലത്തെ ഒരു കറിയാണ്. പരിപ്പ് കറി തന്നെയാണ്, പക്ഷേ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഗൾഫിലൊക്കെ കിട്ടുന്ന ഡാൽ ഫ്രൈ ഒക്കെ പോലെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അവരൊരു മഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മഡ് ഹൗസ് മണ്ണോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു മഡ് ഹൗസ്. അവിടെ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് അങ്ങനെ കുറച്ച് വാടക അടിസ്ഥാനത്തിൽ അവർ കൊടുക്കുന്ന ആൾക്കാർ വന്ന സമയത്ത് അവരൊരു ഗസ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മളോടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ വന്ന് എടുത്തോളാനൊക്കെ അവർ പുറത്ത് പോയ സമയത്ത് നമുക്ക് വീട് പുല്ലുകൊണ്ട് മേഞ്ഞ് മരത്തിൻ്റെ ഈ മുളയുടെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടുത്തെ അതേപോലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊക്കെ നമ്മളിലും ഈ ഒരു മണ്ണുകൊണ്ട് എല്ലാം ആ കട്ടിലൊക്കെ കണ്ടില്ലേ നമ്മൾ ആ വെച്ചാൽ ഒരു മണ്ണിൻ്റെ അടിപൊളി ആംബിയൻസ് പെട്ടെന്ന് കണ്ടാൽ തോന്നില്ല. നല്ല അടിപൊളി ഭംഗിയായിട്ട് ചുറ്റും മണ്ണിങ്ങനെ നിലനിർത്തിയിട്ട് ചുമരൊക്കെ ഫുള്ള് മണ്ണ് തേച്ചിട്ട് ഭംഗിയായ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭയങ്കര രസമുണ്ട്. വരച്ച് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച്. അപ്പോൾ അവിടുത്തെ റേറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല. നല്ലൊരു ഫാമിലി അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അവിടുന്ന് അടുത്ത് സുഖേട്ടൻ ചായക്കട തപ്പി ഇറങ്ങി. അവിടെ നേരെ പാലക്കര കിടന്ന സുഖേട്ടൻ്റെ ചായക്കട എത്തിയിട്ട് 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കി. നമ്മളവിടെ ഇറങ്ങാണ്ടങ്ങ് തിരിച്ചു പോയി. പിന്നെ ഇതിന് മുമ്പ് വന്നിട്ട് അവിടെ ചായ കുടിക്കാനൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങനെ കറങ്ങാനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും അവിടെ നിർത്തി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ലെങ്ത്ത് കൂടി പോകണ്ട. അപ്പോൾ വേറൊരു വീഡിയോ കഴിഞ്ഞിട്ട് ഈ റൂട്ടിൻ്റെ ബാക്കി തന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മളെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലെ വ്യത്യസ്തമായ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ. വയനാടിൻ്റെ ഭംഗി 1-2 ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരുന്നതല്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ളൊരു ഭാഗമായിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.